السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, ജനാസ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു സംഘം ആളുകൾ, 100ഓളം എത്തുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മരണപ്പെട്ടു പോയ സഹോദരിക്ക് അല്ലെങ്കിൽ സഹോദരന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയെ ശുപാർശയായിട്ടാണ്, അല്ലാഹുവിനോട് നടത്തുന്ന ശുപാർശയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്. അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ളതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും, അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാത്ത മുവഹിദുകളായിരിക്കണം നമസ്കരിക്കുന്നത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഭാഗമാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ജനാസ നമസ്കാരത്തിൽ 3 സഫുകൾ ഉണ്ടാകുന്നത് ഏറെ പുണ്യമാണ് എന്ന അർത്ഥത്തിലുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മാമിൻ മുസ്ലിമിൻ യമൂതു ഫയുസല്ലി അലൈഹി സലാസതു സുഫൂഫിൻ മിനൽ മുസ്ലിമീന ഇല്ലാ ഔജബ. മറ്റൊരു വാചകത്തിൽ വന്നത് ഇല്ലാ ഗുഫിറ ലഹു എന്നാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടുകയും അവന് വേണ്ടി മുസ്ലിമീങ്ങളിൽ നിന്ന് 3 സഫ് നമസ്കരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കില്ല എന്ന ആശയം വരുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മഹാനായ മാലിക് ബിൻ ഹുബൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പതിവായിരുന്നു, ഇദസ്തഖല്ല അഹ്ലുൽ ജനാസ ജസ്സഅഹും സലാസതു സുഫൂഫ്. ആളുകൾ ജനാസയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറവ് കണ്ടാൽ മഹാനവറുകൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഉള്ള ആളുകളെ, കുറഞ്ഞ ആളുകളെ ഉള്ളുവെങ്കിലും ഉള്ള ആളുകളെ 3 അണിയാക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു എന്ന് കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എത്രത്തോളം എന്നാൽ ഇമാമിനെ കൂടാതെ ഒരൊറ്റ പുരുഷനെ ഉള്ളുവെങ്കിലും
മറ്റ് സാധാരണ നമസ്കാരങ്ങളിൽ ഇമാമും ഒരു മാമുമാണെങ്കിൽ ഒരേ സ്വഫിൽ തന്നെ മുന്താത് പിന്താദത്ത് ഒരുമിച്ചാണല്ലോ നിൽക്കേണ്ടത്. എന്നാൽ ഈ നമസ്കാരത്തിൽ ഒന്നിച്ചു നിൽക്കാതെ ബാക്കിൽ ഒരു സ്വഫായി തന്നെയാണ് മറ്റേയാൾ നിൽക്കേണ്ടത്. സ്ത്രീകളുണ്ടെങ്കിൽ അതിന്റെയും ബാക്കിൽ ഒരു സ്വഫായി. ആ നിലക്കാണ് ഈ നമസ്കാരത്തിന് സ്വഫുകൾ ക്രമീകരിക്കേണ്ടത് എന്നും നമുക്ക് റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സഹോദരന്മാരെ, ആർക്കൊക്കെ വേണ്ടി നമസ്കരിക്കാം? പലപ്പോഴും നമുക്ക് സംശയമുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്തു പോയ ആളുകൾക്ക് വേണ്ടി ജനാസ നമസ്കരിക്കേണ്ടതുണ്ടോ എന്ന ഒരു സംശയം പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. നമുക്കറിയാം, ആത്മഹത്യ ഭീകരമായ കുറ്റമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പാതകമാണത്. ജീവൻ അള്ളാഹു നൽകിയ നിഅമത്താണ്. ആ നിഅമത്ത് തനിക്ക് എത്ര രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ആ നിഅമത്ത് നൽകി അനുഗ്രഹിച്ച നാഥനിലേക്ക് അത് വലിച്ചെറിയുന്ന, തനിക്ക് അള്ളാഹു നൽകിയ മഹനീയമായ ആ ജീവൻ എന്ന അനുഗ്രഹത്തെ നശിപ്പിച്ചു കളയാൻ ഒരാൾക്കും ലോകത്ത് അധികാരമില്ല. അതുകൊണ്ടാണല്ലോ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കൽ മഹാപാതകമായത്. ഭ്രൂണഹത്യ ഇസ്ലാമിൽ വലിയ പാതകമായത് അതുകൊണ്ടാണല്ലോ. മനുഷ്യവധം എന്ന് പറയുന്നത് വലിയ പാപമായി ഇസ്ലാം പരിചയപ്പെടുത്തിയത്. മനുഷ്യന്റെ മറ്റെല്ലാ കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയാൻ മാത്രം സബഉൽ മൂബിഖാത്തിൽ വരെ എണ്ണപ്പെട്ട പാപമാണല്ലോ ഖത്ലുൻ നഫ്സ്, ഒരാളെ അന്യായമായി കൊന്നുകളയുക എന്നത്. അത് സ്വന്തത്തെയാണെങ്കിലും മഹാപാതകം തന്നെയാണ്. നരകശിക്ഷയ്ക്ക് മനുഷ്യനെ അർഹനാക്കുന്ന കൊടും പാതകമാണത്. അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളിൽ നിന്നും മാനസികാവസ്ഥകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അന്ത്യം നന്നാവുക എന്നത് ഏറ്റവും പ്രധാനമാണല്ലോ. നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഘോരഘോരം ആത്മഹത്യക്കെതിരെ പ്രസംഗിച്ച പല നേതാക്കളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഘോരഘോരം ആത്മഹത്യക്കെതിരെ ലേഖനങ്ങൾ എഴുതിയ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ മാനസികമായ ഒരു നേരത്തെ അല്പം ദുർബലമായ ചിന്തക്കവൻ പൈശാചികമായ ആ ചിന്തക്ക് വിധേയനാകുമ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ ആ രൂപത്തിലുള്ള കൊടും പാതകത്തിലേക്ക് പലരും മുതിരാറുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെയും ആത്മഹത്യ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യപ്പെട്ട ആ നിലക്ക് വന്നിട്ടുള്ള ജനാസ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി നമസ്കരിച്ചില്ല. പക്ഷേ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ നമസ്കാരത്തിന് വിരോധമുള്ളത് കൊണ്ടാണ് പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിലാണ് വിട്ടുനിന്നത്. അതേ അവസരത്തിൽ മറ്റു സഹാബിമാരോട് അവിടുന്ന് നിർദ്ദേശിക്കുകയുണ്ടായിട്ടുണ്ട്, സ്വല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കൂ എന്ന്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു ജനാസയാണെങ്കിലും ആ ജനാസക്ക് വേണ്ടിയും നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട്. അത് സാമൂഹ്യമായ ബാധ്യത തന്നെയാണ് എന്നാരും മറക്കരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്ത ജമയത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതില്ല എന്ന ഒരു വാദം നിലനിൽക്കത്തക്കതല്ല. അത് പ്രമാണ വിരുദ്ധമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് അതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിലടങ്ങിയ യുക്തി അള്ളാഹുവിനെ അറിയൂ. അവിടുത്തെ നിർദ്ദേശം അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ട ആളുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെയും ഉണ്ടായിട്ടുണ്ട്. വ്യഭിചാരത്തിന്റെ പേരിൽ എറിഞ്ഞു കൊല്ലൽ എന്ന ആ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അതുപോലെ തന്നെ സഹാബിമാരും നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും നമുക്ക് ഒരു നിലക്കും സംശയത്തിന് അവകാശമില്ല. ഇനി പ്രിയപ്പെട്ടവരെ, കുട്ടികൾക്കുള്ള നമസ്കാരത്തെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടികൾക്കായി നമസ്കരിക്കേണ്ടതുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമസ്കാരം നിർബന്ധമില്ല, എന്നാൽ നമസ്കരിക്കാം എന്നതാണ് പണ്ഡിതന്മാർ എത്തിച്ചേർന്നിട്ടുള്ള അഭിപ്രായം. അത് തന്നെ എത്ര 4 മാസം പൂർത്തിയായ അവസ്ഥയിൽ, നമുക്കറിയാം മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് 4ാമത്തെ മാസത്തിലാണ്, 4 മാസം പൂർത്തിയാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് റൂഹ് ഊതപ്പെടുന്നത് ആ ഘട്ടത്തിലാണ്. ആ ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞ
ഗർഭസ്ഥ ശിശുവാണെങ്കിലും, അത് വയറ്റിൽ വെച്ച് മരിച്ചതാണെങ്കിലും, അതല്ല പുറത്തേക്ക് വന്നതിന്റെ ശേഷം മരിച്ചതാണെങ്കിലും, ഈ നിലക്ക് ചാപ്പിള്ളയാണെങ്കിലും അല്ലെങ്കിലും കുട്ടി 4 മാസം ആ നിലക്ക് റൂഹൂതപ്പെടുന്ന ഒരു ഘട്ടം പിന്നിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആ കുഞ്ഞിനു വേണ്ടി, കാരണം ജീവൻ കിട്ടിയതിന്റെ ശേഷം പിന്നെ മരിക്കലാണല്ലോ മയ്യത്ത് എന്ന് പറയപ്പെടുന്നത്. ജീവൻ നൽകപ്പെടുന്നത് 4ാമത്തെ മാസത്തിലാണ്. അതുകൊണ്ട് ആ ഘട്ടം പിന്നിട്ട് കഴിഞ്ഞതിന്റെ ശേഷമാണെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടിയും ജനാസ നമസ്കരിക്കപ്പെടാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടം പൂർത്തിയാകുന്നതിന്റെ മുമ്പ് കേവലം ഒരു ഇറച്ചി കഷണമൊക്കെയായ നിലക്ക് പുറത്തേക്ക് വരുത്തിയതോ വന്നതോ ഒക്കെയാണെങ്കിൽ അത് കൊണ്ടുപോയി കുഴിച്ചു മൂടുകയല്ലാതെ അതിനുവേണ്ടി പ്രത്യേകമായ നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടതില്ല എന്നതാണ് പണ്ഡിതന്മാർ ഇത് സംബന്ധമായ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അതാണ് പ്രിയപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഞാൻ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, ഈ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നത് ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ്. ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അങ്ങനെ നമസ്കരിക്കുന്നത് കൊണ്ട് നമസ്കരിക്കുന്ന മനുഷ്യന് വലിയ പ്രതിഫലമുണ്ട്, ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു. ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ മദീനയിലെ ഉഹദ് മലയോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. അത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് ജനാസക്ക് വേണ്ടി നമസ്കരിക്കൽ. അപ്പൊ നമസ്കരിക്കുന്നവന് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നമസ്കരിക്കപ്പെടുന്ന അഥവാ ആർക്ക് വേണ്ടിയാണോ നമസ്കരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി നാം നടത്തുന്ന, അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുന്ന ആ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതിൽ നിന്ന് ഇത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണോ? ഇത് പുരുഷന്മാര് മാത്രം നമസ്കരിച്ചാൽ മതിയോ? സ്ത്രീകൾക്ക് ഈ ഒരു അനുഗ്രഹം വേണ്ടതില്ലേ? സ്ത്രീകൾക്ക് ഈ ഒരു പുണ്യം തടയപ്പെട്ടിട്ടുണ്ടോ ഇസ്ലാമിക ശരീഅത്തിൽ? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്രയോ സ്ഥലങ്ങളിൽ വളരെ വേദനാജനകമായ കാഴ്ചകൾ കാണാറുണ്ട്. ഉറ്റവരുടെ ജനാസ വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെടുകയാണ്. ഒന്നുകിൽ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസയാണ് വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ തന്നെ ഓമനിച്ച് വളർത്തി തനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിയ തന്റെ പ്രിയപ്പെട്ട പിതാവായിരിക്കാം മരിച്ചിറങ്ങിപ്പോകുന്നത്, അതല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ആങ്ങളയായിരിക്കാം മരിച്ചിറങ്ങിപ്പോകുന്നത്, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോ ആവട്ടെ, മുസ്ലിമീങ്ങൾ ആരുമാവട്ടെ. സ്ത്രീകൾ പലപ്പോഴും വീടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് അലമുറയിടുകയും അതുപോലെ തന്നെ കരഞ്ഞ് ബഹളം കൂട്ടുകയും, അതല്ലെങ്കിൽ നിർനിമേഷരായി കഥനഭാരത്തോടെ ആ ജനാസ ഇറങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കുകയും ചെയ്യുന്ന കേവലം ഒരു കാഴ്ചക്കാരികളായി മാറാറുണ്ട്. പലയിടത്തും അതിന് പൗരോഹിത്യം സമ്മതിക്കാറില്ല. പല സ്ഥലങ്ങളിലും നമ്മുടെ നാടുകളിലൊക്കെ ഉറ്റവരുടെ ജനാസ ഇറങ്ങിപ്പോകുമ്പോൾ ഒന്ന് നമസ്കരിച്ചോട്ടെ എന്ന് കെഞ്ചുന്ന സഹോദരിമാരുടെ മുമ്പിൽ വാതിലുകൾ അടക്കപ്പെടാറാണ് പതിവുള്ളത്. സഹോദരിമാർക്ക് നമസ്കരിക്കാൻ അനുവാദം ലഭിക്കപ്പെടാറില്ല. സഹോദരിമാർക്ക് ജനാസ നമസ്കരിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിൽ കേട്ടുകേൾവിയില്ലാത്ത വാദങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ആരോ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹുവിന്റെ റസൂല് മുഖേന ശർആക്കിയിട്ടുള്ള ഒരു നിയമത്തെ പാടില്ലെന്ന് പറയാൻ ആർക്കാണ് ഈ ലോകത്ത് അധികാരമുള്ളത്? ആർക്കാണ് അധികാരമുള്ളത്? പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. എന്റെ സഹോദരിമാര്, സഹോദരന്മാര് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വാചകമാണ്, ആയത്താണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ അഹ്സാബിലൂടെ പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ പുരുഷനാവട്ടെ മുഅ്മിനത്തായ സ്ത്രീയാവട്ടെ പാടില്ല തന്നെ എന്ത്? ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം അങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക ശരീഅത്തിലെ ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെയോ അവന്റെ റസൂലിന്റെയോ
ഒരു വിധി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ സ്വയം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാനോ, സ്വയം ഒരു തീരുമാനമെടുക്കാനോ, സ്വയം ഒരു വിധി പ്രഖ്യാപിക്കാനോ പാടില്ല തന്നെ. അത് അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്, റസൂലുള്ളാഹിനോടുള്ള ധിക്കാരമാണ്. അങ്ങനെ ധിക്കാരം കാണിക്കുന്നവർക്കുള്ള അവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹു തുടർന്നുകൊണ്ട് പറയുന്നു. എന്താ അല്ലാഹു തുടർന്നുകൊണ്ട് അവരെ സംബന്ധിച്ച് പറഞ്ഞത്? ആരെങ്കിലും അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചാൽ, ആരെങ്കിലും അല്ലാഹുവിനെ ധിക്കരിച്ചാൽ, വറസൂലഹു അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരണക്കേട് കാണിച്ച് ധിക്കരിച്ച് കളഞ്ഞാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവൻ ഏറ്റവും വ്യക്തമായ ളലാലത്തിലേക്ക് പിഴച്ചുപോയി, അവൻ വഴിപിഴച്ചു പോയിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി വ്യക്തമായി തന്നെ നമ്മളോട് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ശരീഅത്തിൽ അനുവാദമുള്ള ഒരു സംഗതിയാണ് സഹോദരിമാർക്കും ജനാസ നമസ്കരിക്കുവാനുള്ള അനുവാദം. ഇതെന്തിനിങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ അനുഭവത്തിലില്ലേ, ഈ ശ്രോതാക്കളുടെ ഈ ശബ്ദം ശ്രവിക്കുന്ന, ഇനി ശബ്ദം ശ്രവിക്കാൻ പോകുന്ന ആയിരങ്ങളുടെ അനുഭവത്തിലില്ലേ, ഉറ്റവരുടെ ജനാസക്ക് വേണ്ടി ഒന്ന് നിസ്കരിച്ചോട്ടെ എന്ന് പറയുമ്പോ കയ്യൂക്കുള്ള പൗരോഹിത്യം, അവരുടേതായ വാക്കുകൾ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവര് പറയുന്നതാണ് ദീനെന്ന് അന്ധമായി വിശ്വസിച്ചിട്ടുള്ള അവരുടെ പിന്നിൽ കൂടിയ സാധാരണ ജനങ്ങൾ കയ്യൂക്കുകൊണ്ട് സഹോദരിമാർക്ക് ഈ അവകാശം തടയുന്നു. ഈ പുണ്യം അവരുടെ മേൽ തടയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നിങ്ങൾ നോക്കൂ, ഇസ്ലാം അനുവദിച്ചു തന്ന ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് സ്വഹാബത്തിന്റെ ചിന്താഗതി എന്തായിരുന്നു? ഈ ലോകത്ത് നമ്മുടെ ഉമ്മമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ മഹദിമാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, അവരല്ലേ നമ്മുടെ സഹോദരിമാരുടെ നേതാക്കൾ? അതല്ല ലോക മുസ്ലിമീങ്ങൾക്ക് അവർ നേതാക്കളല്ലേ? ആ മഹദികളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരുടെ ചരിത്രം നോക്കൂ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ലമ്മാ തുവഫിയ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അർസല അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യമറു ബിജനാസതിഹി ഫിൽ മസ്ജിദ് ഫയുസല്ലീന അലൈഹി ഫഫഅലു ഫവഖിഫ ബിഹി അലാ ഹുജരിഹിന്ന യുസല്ലീന അലൈഹി. അല്പം സുദീർഘമായ ഹദീസിലൂടെ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു. 2297 നമ്പർ ഹദീസായിട്ട് നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ, സ്വഹാബിയാണ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ നബി തങ്ങളുടെ ഭാര്യമാരതാ ആളെ പറഞ്ഞേക്കുകയാണ്, ആ വീട്ടിലേക്ക് ആളെ പറഞ്ഞേക്കുകയാണ്. എന്താണ് അവരോട് ആവശ്യപ്പെടുന്നത്? ഖബറടക്കത്തിന് കൊണ്ടുപോകുന്നതിന്റെ മുമ്പേ അന്യമുറോ ബി ജനാസതിഹി ഫിൽ മസ്ജിദി, പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ ജനാസയുമായി വരണേ. അങ്ങനെ ഫയുസല്ലീന അലൈഹി, ആ സഹോദരിമാർക്ക് അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി ജനാസ കൊണ്ടുവരണേ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവരാൻ ആളെ ചൊല്ലി അയക്കുകയാണ്. ഫഫഅലു, സ്വഹാബത്ത് അങ്ങനെ തന്നെ നിർദ്ദേശപ്രകാരം ചെയ്തു. ഫവഖിഫ ബിഹി അലാ ഹുജരിഹിന്ന യുസല്ലീന അലൈഹി, പറയപ്പെട്ട പ്രകാരം തന്നെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയതാ മസ്ജിദിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. നമ്മുടെ ഉമ്മമാരുടെ റൂമിന്റെ മുമ്പിൽ വെക്കപ്പെടുന്നു, പള്ളിയിലായിട്ട്. അതാ ഉമ്മമാര് അതാ സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ജനാസ നമസ്കരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തതാണ് ഈ സംഭവം. പെണ്ണുങ്ങൾ മയ്യത്ത് നമസ്കരിക്കുന്നതിനെ കുറിച്ച് ഇന്ന് പൗരോഹിത്യത്തിൽ ചില ആളുകളുടെ, സുന്നത്ത് ജമാഅത്ത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ വഴിയെ കേൾപ്പിക്കുമ്പോ ഈ സംഭവങ്ങളൊക്കെ എന്റെ ശ്രോതാക്കളുടെ മനസ്സിൽ വേണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
ഇവരെത്ര എന്താണ് ദീന് കൊണ്ട് കളിക്കുന്നത്, എന്താണ് ഇസ്ലാമിനെ കൊണ്ട് ഇവർ വികൃതമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ വിഷയം തീരുവോളം നിങ്ങളുടെ മനസ്സിൽ ഈ സംഭവം ഓർമ്മയിൽ വേണം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ നമ്മൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അന്ത്യ ദിവസങ്ങൾ എന്ന ഒരു വിഷയ പരമ്പര തന്നെ പറഞ്ഞപ്പോ നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും, നബി തങ്ങൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കാൻ വേണ്ടിയതാ അവിടുത്തെ ശറഫാക്കപ്പെട്ട മയ്യത്ത് കിടക്കുന്ന റൂമിലേക്ക് അതാ പുരുഷന്മാര് വരുന്നു. അങ്ങനെ സ്വല്ലാ അലൈഹി റിജാലു സുമ്മൻ നിസാഉ സുമ്മസ് സിബിയാൻ. ബൈഹഖി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായ റിപ്പോർട്ടുകൾ വേറെയും ബൈഹഖിയിൽ നമുക്ക് കാണാൻ ബൈഹഖി ഇമാം അവിടുത്തെ ദലായിൽ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി പുരുഷന്മാര് നമസ്കരിച്ചു, പിന്നെ സ്ത്രീകൾ നമസ്കരിച്ചു, പിന്നെ കുട്ടികൾ നമസ്കരിച്ചു. അതാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണെങ്കിൽ സഹാബത്ത് ചെയ്യുമോ? ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്യുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്യുമോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഇനിയും നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. നമ്മുടെ നാട്ടിലിതാ ഷാഫി ഇമാമിനെ ആദരിക്കുന്ന ആളുകൾ ഞങ്ങളാണെന്ന് പറയുന്ന കക്ഷികൾ, ഷാഫി ഇമാമിനെ ഞങ്ങളാണ് ബഹുമാനിക്കുന്നത്, നിങ്ങൾ ഷാഫി ഇമാമിനെ പുച്ഛിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലയുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന സംഘടനകൾ, അതാ അവര് തന്നെ അംഗീകരിക്കുന്ന ഒരു ചരിത്രം നിങ്ങൾക്ക് കേൾക്കണോ? അതാ അവര് തന്നെ എഴുതുകയാണ്, മുസ്ലിം ലോകത്തിന്റെ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അവിടുത്തെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ ബീവി നഫീസത്തുൽ മിസ്രിയയോട് വസിയത്ത് ചെയ്തിരുന്നു. ഷാഫി ഇമാമി, മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് നഫീസത്ത് ബീവിയോട് അന്ന് മിസ്രിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രഗത്ഭയായ ഒരു പണ്ഡിതയാണ്. ആ നഫീസത്തുൽ മിസ്രിയയോട് ഷാഫി ഇമാം വസിയത്ത് ചെയ്തിരുന്നു എന്നാണ് ഇവർ തന്നെ എഴുതുന്നത്. എന്ത്? ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ജനാസ നിസ്കരിക്കണേ. അങ്ങനെ മഹാനായ ഷാഫി ഇമാം വഫാത്തായപ്പോ മഹദിയായ നഫീസത്തുൽ മിസ്രിയ അവർക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു എന്നും ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബത്ത് ചെയ്തതെന്താണ്? അവര് മനസ്സിലാക്കിയത് എന്താണ്? അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു സൽക്കർമ്മം, ഈ ഒരു നല്ല കാര്യം സ്ത്രീകളും ചെയ്യേണ്ടതല്ലേ? ഉറ്റവരായ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേന്ന് ഒരു പെൺകുട്ടിക്ക്, ഒരു പെണ്ണിന് അവസാനമായി തന്റെ ഉപ്പാക്ക് ഈ ലോകത്ത് വെച്ച് ചെയ്തു തീർക്കാനുള്ള ഏറ്റവും അവിടുത്തെ ജനാസ അടക്കപ്പെടുന്നതിന്റെ മുമ്പേ ചെയ്തു തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ലേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, റഹ്മത്ത് ചെയ്യണേ എന്നിങ്ങനെ ഒരു മകൾക്ക് അധികാരമില്ലേ? അതുപോലെ തന്നെ ഭാര്യക്ക് അധികാരമില്ലേ? പെണ്ണുങ്ങൾക്ക് അധികാരമില്ലേ? ആ പുണ്യം പെണ്ണുങ്ങൾക്ക് പാടില്ലെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അവര് നമസ്കരിച്ചുകൂടാ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് സ്ത്രീകൾ നമസ്കരിക്കൽ ഹറാമല്ല, കറാഹത്ത് പോലുമല്ല. ചെയ്താൽ അവർക്കും പ്രതിഫലമുണ്ട്. ഒരു പ്രമാണത്തിലും അത് പാടില്ലെന്നോ കറാഹത്താണെന്നോ പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയോ? എന്താ ഇത്ര ഗൗരവത്തോടെ ഇത് പറയാൻ കാരണം? നമ്മുടെ സമൂഹം അവര് മനസ്സിലാക്കിയത് എന്താണ്? നമ്മുടെ നാട്ടിലതാ സുന്നത്ത് ജമാഅത്ത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന കക്ഷികൾ അവരിന്ന് രാജ്യത്തെ മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകൾ കയ്യേറുകയാണ്. അവർ രാജ്യത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാട്ടിലൊട്ടാകെ അതാ പ്രത്യേകമായി ചില ഗുണ്ടാ സംഘങ്ങളെ ഏർപ്പാട് ചെയ്തുകൊണ്ട് അവര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലും പറയാൻ തുടങ്ങി പരസ്യമായി, അതാ വഹാബികളുടെ ആദർശങ്ങളെ ഞങ്ങൾ തച്ചു തകർക്കും എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ജനങ്ങളോട് തൗഹീദ് പറയപ്പെടുന്ന, വിശദീകരിക്കപ്പെടുന്ന വേദികളെ കയ്യൂക്ക് കൊണ്ട് കയ്യേറ്റം ചെയ്യപ്പെടുന്നു, കല്ലെറിയുന്നു, ട്യൂബടിച്ച് തകർക്കുന്നു, മൈക്ക് സംവിധാനത്തെ തകരാറിലാക്കുന്നു, ജനറേറ്ററിന്റെ കണക്ഷൻ ബന്ധിപ്പിച്ചുകൊണ്ട് മണൽ വാരിയിടുന്നു, പാവങ്ങളായ അവിടെയുള്ള ശ്രോതാക്കളെ തല്ലിച്ചതക്കുന്നു.
അങ്ങനെ എന്തെല്ലാം ഭീകരമായ തീവ്രമായ അവസ്ഥകളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിയാരുടെ വിഭാഗം, ആ ഒരു വിഭാഗമാണ് ഈ വിഷയത്തിൽ നമ്മുടെ കേരളക്കരയിൽ ഇസ്ലാമികമായ ഈ അനുവാദത്തെ പാടില്ലെന്ന് പറഞ്ഞു മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റേ സുന്നികളല്ല, സമസ്തക്കാര് തന്നെ പല വിഭാഗല്ലേ. ഈ വിഭാഗം ഇതിന് അനുകൂലമല്ല. ഈ വിഭാഗം അനുകൂലമല്ല. സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംസ്ഥാന സുന്നിക്കാർ അനുകൂലമല്ല. ഇവരുടെ പോലും ഒരു വിഭാഗം അനുകൂലമല്ല. എന്നിട്ടും വളരെ ശക്തമായി കൊണ്ടവർ എഴുതുന്നത് കേട്ടോളൂ. എന്താണ് സ്ത്രീകളുടെ ജനാസ നമസ്കാരത്തെ കുറിച്ച് അവർക്ക് പറയാനുള്ളത് കേട്ടോളൂ. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് കേട്ടോളൂ. ഒന്ന് സുന്നി വോയിസിൽ നിന്ന് കേട്ടോ. ആരാ എഴുതുന്നത്? കാന്തപുരം സുന്നി വിഭാഗത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഒരു AP മുഹമ്മദ് മുസ്ലിയാർ. അയാളും കാന്തപുരത്തുകാരനാണ്. AP മുഹമ്മദ് മുസ്ലിയാരിന്റെ അയാൾ എഴുതുകയാണ്, പുരുഷന്മാരുടെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാവുകയില്ല. അതുകൊണ്ട് തന്നെ കുറ്റകരവുമാണ്. പുരുഷന്മാരുടെ ശേഷവും സ്ത്രീക്ക് മയ്യത്ത് നിസ്കാരം സുന്നത്തില്ല. കേട്ടോ നിങ്ങൾ, പുരുഷന്മാരുടെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാവുകയില്ല. അതുകൊണ്ട് തന്നെ കുറ്റകരവുമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും പുരുഷൻ നിസ്കരിക്കണിന് മുമ്പ് നിസ്കരിക്കണിനെ പറ്റി മാത്രമായിരിക്കും അത്. അപ്പൊ ഉടനെ തന്നെ പറയുന്നത് എന്താണ്? പുരുഷന്മാരുടെ ശേഷവും സ്ത്രീക്ക് മയ്യത്ത് നിസ്കാരം സുന്നത്തില്ല. എന്താണ് ഈ വാചകത്തിൽ നിന്ന്? 3 കാര്യങ്ങൾ ഇയാൾ ഇതിൽ തട്ടിവിട്ടിരിക്കുകയാണ്. ഒന്ന്, പുരുഷന്മാര് നമസ്കരിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാവൂല, നിസ്കാരം തന്നെ ശരിയാവൂല. രണ്ടാമതായി അയാൾ പറയുന്നത് അങ്ങനെ സഹീഹാവൂല എന്ന് മാത്രമല്ല, അങ്ങനെ നമസ്കരിച്ചാൽ അത് കുറ്റകരവുമാണ്. മൂന്നാമത് പറയുന്നതോ, പുരുഷന്മാര് നിസ്കരിച്ച് കഴിഞ്ഞ ശേഷവും സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം സുന്നത്തില്ല. ഇത് നമ്മുടെ നാട്ടിൽ പച്ച മലയാളത്തിൽ 2003 ജനുവരി 16 ഇറങ്ങിയ സുന്നി വോയിസ് എന്ന് പറയുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ദ്വൈവാരികയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും മാതൃകാ മഹതികളായ സ്വഹാബ വനിതകൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, അവർ ഇസ്ലാം തിരിയാത്തവരാണോ? പ്രസ്തുത മഹദികൾ നമസ്കരിച്ച ഏറ്റവും സ്വഹീഹായ മാതൃക നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ഈ മുസ്ലിയാരുടെ വാദപ്രകാരം ഈ മഹദികൾ ചെയ്തത് ഒരു വെറും പണിയല്ലേ ചെയ്തത്? ആയിഷ ബീവി ചെയ്തത് ഒരു വെറും പണി, കുറ്റകരമായ സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര് ചെയ്തത് കുറ്റകരമായ സംഗതി. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജനാസ നിസ്കരിച്ചത് ഒരു പുണ്യവുമില്ലാത്ത സുന്നത്തല്ലാത്ത ഒരു കാര്യം എന്ന അർത്ഥത്തിൽ പറയുമ്പോ ഈ വിഭാഗത്തിന് എന്ത് സംഭവിച്ചു പോയി റഹ്മാനെ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണുള്ളത്. എത്ര വളരെ മോശമായി പറയുന്നത്. ഇസ്ലാമിലെ അനുവാദം കൊടുത്തൊരു സംഗതിയാണ് ഇവരുടെ വകയായിട്ട് ഇവര് പാടില്ല എന്ന് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ കേട്ടോ, മറ്റൊരു മുസ്ലിയാരി, ഒരു പാറന്നൂർക്കാരൻ ഒരു മുസ്ലിയാരി എഴുതുകയാണ്, പുരുഷന്മാര് മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ അത് നിർവഹിച്ചാൽ ആ നിസ്കാരം സ്വഹീഹാവുകയില്ല. സ്വഹീഹാവാത്തൊരു കാര്യം എന്തിന് നിർവഹിക്കണമെന്ന് മുസ്ലിം ബഹുജനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പതിവെന്താണ്? നമ്മുടെ നാട്ടിൽ ജനാസ കൊണ്ടുപോയിട്ട് പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. അപ്പോ ഈ വാചകത്തിന്റെ ദുഷ്ടലാക്ക് എന്താണെന്നോ, നമ്മുടെ നാട്ടിലെ ഒരൊറ്റ പെണ്ണിനും നിസ്കരിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കാനാണ്. നമ്മുടെ നാട്ടിൽ വീട്ടിൽ വെച്ച് പുരുഷന്മാര് നിസ്കരിക്കാറ് പതിവില്ല. ജനാസ കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കാറുള്ളത്. അപ്പോ പുരുഷന്റെ നിസ്കാരം നടക്കാത്തതിന്റെ മുമ്പ് പെണ്ണ് നിസ്കരിച്ചാൽ സ്വഹീഹാവില്ല, കുറ്റകരമാണെന്ന് പഠിപ്പിക്കപ്പെട്ടാൽ ഏതൊരു പെണ്ണാണ് പിന്നെ ഉപ്പാക്ക് വേണ്ടി നിസ്കരിക്കാൻ മെനക്കെടുക, ഭർത്താവിന് വേണ്ടി നിസ്കരിക്കാൻ മെനക്കെടുക? കാരണം ഈ പൗരോഹിത്യം പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? അത് പാടില്ല, അത് സ്വഹീഹല്ല, അത് കുറ്റകരവുമാണെന്ന് വന്നാൽ ബാപ്പന്റെ ജനാസ ഇറക്കുന്ന നേരത്ത് ഞാൻ എന്തിനൊരു ഹറാമ് ചെയ്യണം എന്ന് ഇവരുടെ വാഴ് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ചിന്തിച്ചു പോയെങ്കിൽ അതിന്റെ കുറ്റമാർക്കാണ്? പ്രിയപ്പെട്ടവരെ,
ഇവരെയാണ് ഈ സമൂഹം തിരിച്ചറിയേണ്ടത്. എത്ര ഗൗരവമാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പാടില്ല പാടില്ല എന്നാ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, പിന്നെ പറയുന്ന ന്യായം കേട്ടോ. പിന്നെയും പറയുകയാണ്, സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം ഒരു പ്രഹസനം മാത്രമാണ്. കണ്ടോ, അതിലും ദുഷ്ടലാക്കാണ്. ഏതെങ്കിലും ഒരു പെണ്ണ് നിസ്കരിച്ചു പോയാ പിന്നെന്തിനാ ആണുങ്ങൾ നിസ്കരിക്കുന്നത്? സ്ത്രീകൾ നിസ്കാരം നടത്തി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്ന നിസ്കാരം ഒരു പ്രഹസനമാണ്. അതുകൊണ്ട് കാര്യമില്ല എന്നാണ്. കാരണം എന്തെന്നല്ലേ, ഒരു പെണ്ണ് മുമ്പ് നിസ്കരിച്ചു പോയി, ഒരു പെണ്ണ് മുമ്പ് ജനാസ നിസ്കരിച്ചു പോയി. അങ്ങനെ വന്നു പോയാ പിന്നെ ഇനി ആണുങ്ങൾ എന്തിനാ ഈ പണിക്ക് പള്ളിയിൽ പോകുന്നത്? ആണുങ്ങൾ എന്തിനാണ് പിന്നെ ജനാസ നിസ്കരിക്കുന്നത്? ഇനി ഉദാഹരണം ഇയാൾ പറയുന്നത് നോക്കൂ. അങ്ങനെ നിസ്കരിക്കുന്നതിന്റെ ഉപമ ഏതുപോലെയാണത്രേ, തറപ്രസംഗം നടത്തി യഥാർത്ഥ ഖുതുബയായ അറബി ഖുതുബയെ തരം താഴ്ത്തും പോലെയാണിത്. കേട്ടോ, തറപ്രസംഗം നടത്തി നമ്മുടെ നാട്ടിലൊരു പരിപാടി ഉണ്ട്. അതെന്താ? മുജാഹിദുകളുടെ പള്ളികളിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദീന് പഠിക്കാൻ അവസരങ്ങൾ കിട്ടിയപ്പോ ജനങ്ങൾ ഇവരുടെ എല്ലാ മതിൽക്കെട്ടുകളെയും ഭേദിച്ചുകൊണ്ട് സലഫി മസ്ജിദുകളിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് ആളുകളോട് കുറെയൊക്കെ പറഞ്ഞു നോക്കി, അതൊന്നും പാടില്ല 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 എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ജനപ്രവാഹം തുടരുക തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ പ്രയാസം പൂണ്ട പൗരോഹിത്യം ഒരു കാര്യം തീരുമാനിച്ചു, എന്നാ നമ്മളും കുറച്ച് എന്ത് ചെയ്യാ, മലയാളത്തിൽ കുറച്ച് പറയാ, പക്ഷേ മോളിൽ കയറി പറയണ്ട, താഴെ പറയാ എന്ന് തീരുമാനിച്ചിട്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ പള്ളിയിൽ വന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, പക്ഷെ മിമ്പറും വന്നല്ല, താഴെയാണ്, ജുമാന്റെ സമയത്തല്ല, അതിന്റെ മുമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാടുകളിൽ ഇവരൊരു പരിപാടി നടത്തി. ഒരു തറപ്രസംഗം, തറയിൽ നിന്നിട്ടുള്ളൊരു പ്രസംഗം, തറയുന്നൊരു പ്രസംഗം. അവിടെ മലയാളം പറയും തറപ്രസംഗം. ആ തറപ്രസംഗത്തെ പറ്റി നമ്മുടെ നാട്ടിൽ വലിയ വിവാദമുണ്ട്. ഈ ഭാഗം ആ തറപ്രസംഗം നല്ല കാര്യമാണെന്ന് പറയുന്നവരാ. AP ഭാഗമോ ഈ തറപ്രസംഗം ബിദ്അത്താണ്, അനാചാരമാണ്, ഹറാമാണ്, കുറ്റകരമാണ് എന്നാ പറയുന്നത്. അപ്പോ അങ്ങനെ പല രൂപത്തിലുള്ള വാദങ്ങൾ ഇവർക്കുണ്ട്. അപ്പൊ ഈ എഴുതുന്നത് ഒരു AP ഭാഗത്തിൽപ്പെട്ടയാളാണ്. അതുകൊണ്ട് അയാൾ പറയണേ, തറപ്രസംഗം നടത്തി യഥാർത്ഥ ഖുതുബയായ അറബി ഖുതുബയെ തരം താഴ്ത്തും പോലെയാണ്. അപ്പൊ AP-കാരന്റെ വീക്ഷണം എന്താണ്? തറപ്രസംഗം നടത്തിയാൽ പിന്നെ ഒരു ജുമാ ഖുതുബ അവിടെ എന്തിനാ? അത് വെറുതെ പ്രഹസനം. പിന്നെന്താ അതിന്റെ കാര്യം? ഖുതുബന്റെ കാര്യം ഇവിടെ നടന്നില്ലേ എന്നാണ്. അതേപോലെയാണ് പെണ്ണുങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ പള്ളിയിൽ പോയിട്ട് ഒരു ജനാസ നിസ്കരിക്കേണ്ട കാര്യം? കേവലം പ്രഹസനമാണ്. ഈ രൂപത്തിൽ ദീനിനെ വികൃതമാക്കുന്ന ഇത്തരത്തിലുള്ള ദുഷിച്ച പണ്ഡിതന്മാർ, അല്ലാഹു അവരുടെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ, ഇവരെഴുതുന്ന മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ, എന്താ അവർ പറയുന്നത്? ഇനി മറ്റൊരു പ്രധാന കാര്യം, ഒരു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ മറവ് ചെയ്യാൻ ഖബറിലേക്ക് എടുക്കുകയാണ് പുണ്യമുള്ളത്. മുസ്ലിയാർ എഴുതുകയാണ്, ഒരു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ മറവ് ചെയ്യാൻ ഖബറിലേക്ക് എടുക്കുകയാണ് പുണ്യമുള്ളത്. ഇതും സുന്നി വോയിസിലാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ നിസ്കരിച്ചത്? സഹാബ വനിതകൾ നിസ്കരിച്ചത്? ഒരു നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി മറമാടലല്ലേ വേണ്ടത്? ഇവര് പോലും ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഇവര് വലിയായിട്ട് ഇപ്പോഴും പറയുന്ന CM മടവൂര് മരിച്ചപ്പോ CM മടവൂരിന് വേണ്ടി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ജനാസ നിസ്കാരം നടന്നിട്ടും പിന്നെയും വേറെയും ഗ്രൂപ്പ് വ്യത്യാസത്തിന്റെ പേരിൽ പിന്നെയും ജനാസ നിസ്കരിച്ച് പിന്നെയും പല ഇമാമിങ്ങളുടെ പേരിലും ജനാസ നിസ്കരിച്ചിട്ടല്ലേ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ടുള്ളത്? ഒരു ജനാസ നിസ്കാരം ഒരു മയ്യത്തിന്റെ പേരിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയി കബറടക്കലാണ് പുണ്യമെന്നത് സത്യമായിട്ട് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഒരൊറ്റ നിസ്കാരം കഴിഞ്ഞ ഉടനെ CM മടവൂരിനെ കൊണ്ടുപോയി കബറടക്കേണ്ടതായിരുന്നില്ലേ? അപ്പൊ അതൊന്നും അവർക്ക് ബാധകല്ല, അവർക്കതൊന്നും വിഷയമല്ല. അവർക്കിപ്പോ നിന്ന് കിട്ടേണ്ടത് ഒരൊറ്റ പെണ്ണ് നിസ്കരിച്ചുകൂടാ, ഒരൊറ്റ പെണ്ണും ജനാസ നമസ്കരിച്ചുകൂടാ എന്ന അവസ്ഥയിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഈ ചെറിയ ആളുകളല്ലേ. ഇന്റർനാഷണൽ നേതാവ് എന്താ പറയുന്നത്? സാക്ഷാൽ കാന്തപുരം മുസ്ലിയാര്. അയാൾ എന്താ പറയുന്നത്? അയാൾ പറയുന്നത് ഇതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ മോശമാണ്. എന്തൊക്കെയാ അയാൾ പ്രയോഗിച്ചത് നിങ്ങൾക്ക് കേൾക്കണോ? അദ്ദേഹം പറയാണ്, പണ്ടൊരു നിസ്കാരം ഇറങ്ങിയിട്ട് മണ്ണാങ്കട്ടയിലെ നിസ്കാരം, ഒലക്കയിലെ നിസ്കാരം, നിങ്ങൾ അന്തം വിട്ടു പോകും.
ഒരു മനുഷ്യൻ പറയുന്നു മണ്ണാങ്കട്ടയിലെ നിസ്കാരാണ്, ഒലക്കേല നിസ്കാരാണ്. എന്തിനെ കുറിച്ച്? ഒരു പെണ്ണ് ജനാസ നിസ്കരിക്കുന്നതിനെ കുറിച്ച് കാന്തപുരം മൗലാനയുടെ അഭിപ്രായമാണ് മണ്ണാങ്കട്ടയിലെ നിസ്കാരമാണ്, അതുപോലെ തന്നെ ഒലക്കേല നമസ്കാരമാണ്. ദീനിലില്ലാത്തതാണ്, ദീനിലില്ലാത്തതാണ്. അലിമീങ്ങൾ പറയുന്നത് കേട്ട് ദീന് പഠിക്കണം എന്നൊക്കെ അയാൾ പറയുന്നുമുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ശരീഅത്തിൽ ഇല്ലാത്ത സംഗതിയാണെന്ന് പച്ചയായി ആ മനുഷ്യൻ പറയുന്നു. സ്ത്രീകളുടെ മയ്യത്ത് നിസ്കാരം എന്ന ഒരു പ്രത്യേകമായ സീഡി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളവൻ ഇതാ ഈ സമൂഹത്തിൽ നിങ്ങൾക്കത് വാങ്ങാൻ കിട്ടും. അതിൽ ആ മുസ്ലിയാരുടെ ശബ്ദം തന്നെ അവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം എത്ര ഗൗരവമായിട്ടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആയിഷ റളിയല്ലാഹു തആല അൻഹ ചെയ്തത് മണ്ണാങ്കട്ടയിലെ നിസ്കാരം അല്ലേ? മഹദികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ നിർവഹിച്ചത് മണ്ണാങ്കട്ടയിലെ നിസ്കാരം. ഇസ്ലാമിലില്ലാത്ത കാര്യം, ഇസ്ലാമിലില്ലാത്ത സംഗതിയാണ്. ഷാഫി ഇമാം നഫീസത്തുൽ ബീവിയോട് വസിയത്ത് കൊടുക്കുന്നത്, ഞാൻ മരിച്ചാൽ കാന്തപുരത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മണ്ണാങ്കട്ടയിലെ നിസ്കാരം നീ ഒന്ന് നിസ്കരിക്കണം എന്ന് വസിയത്ത് കൊടുത്തതാണോ? എവിടേക്കാണ് സഹോദരന്മാരെ ഈ സമൂഹത്തെ ഇവർ കൊണ്ടുപോകുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂല് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ ഒരു അനുവാദത്തെ എന്തൊക്കെയോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സമുദായത്തിന്റെ മുമ്പിൽ ഒന്ന് മറച്ചു പിടിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ മുമ്പിൽ കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രമാത്രം വലിയ പാതകമാണ് ഈ സമൂഹത്തോട് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ദീന് ശരിക്ക് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ബാധ്യത ആ അമാനത്തല്ലേ? പണ്ഡിതനാണെങ്കിൽ അയാളുടെ ഉത്തരവാദിത്തം ആ അമാനത്ത് കളങ്കമില്ലാതെ ജനങ്ങളോട് പറയലല്ലേ? മൂടി വെക്കാതെ അള്ളാന്റെ ദീനിലുള്ള അനുവാദത്തെ തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മൂടി വെക്കുന്നത് ആരുടെ സ്വഭാവമായിരുന്നു എന്നും അവർക്കതിന് കിട്ടിയ ശിക്ഷ എന്തെന്നും ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ദീനിൽ അംഗീകരിച്ച ഒരു കാര്യം മറച്ചു വെക്കാനും അത് പാടില്ലെന്ന് പറയാനും ആർക്കാ പ്രിയപ്പെട്ടവരെ അധികാരം? അത് സർവരുടെയും ശാപത്തിന് വിധേയമാകുന്ന മഹാപാതകമായിട്ടല്ലേ വിശുദ്ധ ഖുർആൻ വിവരിച്ചു തന്നിട്ടുള്ളത്. ഇനിയും നിങ്ങൾ നോക്കൂ, അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും അവർക്ക് പോലും ഈ വാദത്തോട് യോജിപ്പില്ലെന്നാണ് മനസ്സിലാകുന്നത്. ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് പോലും ഈ അഭിപ്രായത്തോട് യോജിപ്പില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ നോക്കൂ, അവരുടെ തന്നെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരി. സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു മാസികയിൽ ആ വ്യക്തി എന്താണ് എഴുതുന്നതെന്തോ അതാ ആ കുടുംബ മാസികയിലേക്ക് ഒരു ചോദ്യം. എന്താ ചോദ്യം? ചോദ്യം ഇങ്ങനെയാണ്: മയ്യത്തിനെ പള്ളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പായി സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് മയ്യത്ത് നിസ്കാരം നിർവഹിക്കാമോ? ഈ നിസ്കാരത്തിന്റെ വിധി എന്താണ്? ചോദ്യം മനസ്സിലായല്ലോ. ഉത്തരം ഇയാൾ കൊടുക്കുകയാണ്: മയ്യത്ത് നിസ്കാരം ഫർദ് കിഫായ, സാമൂഹ്യ ബാധ്യതയാണ്. ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നതും സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് മയ്യത്ത് നിസ്കാരം നിർവഹിക്കാം. മിക്ക സ്ഥലത്തും ഇത് പതിവുണ്ട്. ഇവരുടെ തന്നെ മാസികയിൽ എഴുതി കണ്ടോ. അവർക്ക് തന്നെ സഹിക്കാനാകുന്നില്ല പലർക്കും. ഇയാളുടെ വീക്ഷണത്തോട് യോജിക്കാനാകുന്നില്ല. ഇങ്ങനത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ അവർക്ക് പോലും കഴിയുന്നില്ല. ഇനിയും കേട്ടോ, അതേ വിഭാഗത്തിൽപ്പെട്ട തന്നെ മറ്റൊരു എഴുത്തുകാരനായ ഒരു ഹുസൈൻ സഖാഫി അൽ കാമിലി എന്ന് പറയുന്നയാള്, അയാൾ എഴുതുന്നത് കേട്ടോളൂ: സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കലും അത് ജമാഅത്തായി നിർവഹിക്കലും കേട്ടോ, സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കലും അത് ജമാഅത്തായി നിർവഹിക്കലും സുന്നത്താണ്. പുരുഷന്റെ സാന്നിധ്യത്തിൽ സ്ത്രീ മാത്രം നിസ്കരിച്ചാൽ ഫർള് വീടുകയില്ല. പുരുഷർ ഇല്ലെങ്കിൽ സ്ത്രീക്ക് നിർബന്ധവുമാണ്. സാധാരണഗതിയിൽ കുട്ടിയുടെയും സ്ത്രീയുടെയും മയ്യത്ത് നിസ്കാരം സുന്നത്തായി പരിഗണിക്കപ്പെടും. നേരത്തെ മുസ്ലിയാർ എന്താ പറഞ്ഞത്? മുമ്പ് കുറ്റകരമാണ്, ശേഷമായാലും സുന്നത്ത് പോലുമില്ല എന്ന് പറയുമ്പോ അതേ പാളയത്തിലെ മുസ്ലിയാന്മാരാണ് അവർക്ക് തന്നെ മറുപടി കൊടുക്കുന്നു. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? മറ്റൊരു മുസ്ലിയാർ എഴുതുന്നത് കേട്ടോളൂ.
എന്തായിരുന്നത്? മരണം മുതൽ മഖ്ബറ വരെ എന്ന ഒരു പുസ്തകത്തിൽ ഒരു ഹനീഫ ഫൈസി എന്ന് പറയുന്ന ഒരു AP ഭാഗത്തിലെ ഒരാൾ എഴുതുകയാണ്. എന്തായിരുന്നത്? സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം ഹറാമാണെന്ന് ധരിച്ചു വെച്ച കുറെ ആളുകളുണ്ട്. അക്കാരണത്താൽ തന്നെ മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപത്തെ കുറിച്ച് അവർ അജ്ഞരുമത്രേ. പല പെണ്ണുങ്ങൾക്കും മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ല. കാരണം എന്തെന്നല്ലേ? ആ സഹോദരിമാര് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അവര് ധരിച്ചു വെച്ചത് കുറ്റകരമായ ഒരു കാര്യം എന്തിനാ പഠിക്കാൻ പോകുന്നത്? കുറ്റകരമായ ഒരു കാര്യത്തിന്റെ നിർവഹണം എന്തിനു പഠിക്കാൻ പോകുന്നു? അതുകൊണ്ട് അവരതിനെപ്പറ്റി അജ്ഞരുമത്രേ. ഈ തെറ്റിദ്ധാരണ നീക്കുവാനും മുസ്ലിയാരെഴുതാണ്, ഈ തെറ്റിദ്ധാരണ നീക്കുവാനും മയ്യത്തിന്റെ പേരിൽ നിസ്കരിച്ചതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതിനും വേണ്ടി മയ്യത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവസരം നൽകുന്നത് നന്നായിരിക്കും. ഒരു അഭിപ്രായമാണ്. എന്താ വേണ്ടത്? സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിക്കാൻ സൗകര്യം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി നിങ്ങൾ കേട്ടോ, അതേ ഗ്രൂപ്പിലെ തന്നെ മറ്റൊരു മുസ്ലിയാർ എഴുതുന്നത് നോക്കൂ. ആരെങ്കിലും മരിച്ചാൽ, കണ്ടോ, ഒരു മുസ്ലിയാർ എഴുതുകയാണ്, ആരെങ്കിലും മരിച്ചാൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ കിട്ടുകയില്ല. ഒരു പരിഭവം പറയുന്നു. ആരെങ്കിലും മരിച്ചാൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ കിട്ടുകയില്ല. ആണുങ്ങൾ തന്നെ പരിപാടി കഴിച്ച് വേഗം കൊണ്ടുപോയി കളയും. പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരാക്ഷേപമുണ്ട്. അത് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണ്. കുളിപ്പിച്ച് കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് വീട്ടിനകത്തു തന്നെ സൗകര്യമുണ്ടാക്കി പെണ്ണുങ്ങൾക്കും നിസ്കരിക്കാം. പള്ളിയിലേക്ക് പോയ ശേഷം വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കേണ്ടവർ ആ സമയത്ത് കരഞ്ഞ് ബഹളം കൂട്ടി ബോധം കെട്ട് കിടന്നാൽ ഇതിനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിസ്കരിക്കാൻ അവർ തയ്യാറായിക്കോളണം. മണ്ണാങ്കട്ടയിലെ നിസ്കാരം നേതാവ് പറഞ്ഞത്, ഒലക്കേല നിസ്കാരത്തിന് പെണ്ണുങ്ങൾ തയ്യാറാവണമെന്ന് അദ്ദേഹത്തിന്റെ ഭാഷയനുസരിച്ചായി പറയുന്നത്. ഇസ്ലാമിക ശരീഅത്തിലില്ലാത്ത, ദീനിലില്ലാത്ത കാര്യത്തിന് പെണ്ണുങ്ങൾ തയ്യാറാവണമെന്ന്. പ്രിയപ്പെട്ടവരെ, നാട്ടിലൊക്കെ ഇന്ന് മുജാഹിദുകളാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ എന്നാണ്, മുജാഹിദുകൾ മാത്രം തുടങ്ങിയ ഒരു ഏർപ്പാടാണിത് എന്നാണ് ഇവര് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചത്. നിങ്ങൾ നോക്കൂ, അവര് വളരെ കൃത്യമായി ആളുകളോടത് പറയുകയും ചെയ്തു. അവര് പറയാണ്, നിങ്ങൾ നോക്കൂ, ഒരു ചോദ്യത്തിന് ഉത്തരം നോക്കൂ. നേരത്തെ പറഞ്ഞ ഉത്തരത്തിന്റെ ചോദ്യം എന്തായിരുന്നു അറിയോ? കേട്ടോളൂ. മരണം സംഭവിച്ച ഭവനങ്ങളിൽ, മുജാഹിദ് മഹല്ലുകളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മറ്റാരേക്കാളും മുമ്പായി ആവേശവും അവകാശവും ഉണ്ടായിരിക്കുന്നതായും നിസ്കരിക്കുന്നതായും അറിയുന്നു. ഇവർ പുത്തനാശയക്കാരായ സ്ത്രീകളാണെന്നും അറിയുന്നു. ഇത് ശരിയാണോ? ഈ ചോദ്യത്തിനാണ് നേരത്തെ മുസ്ലിയാർ ഉത്തരം കൊടുത്തത്. പുരുഷന്മാരുടെ മയ്യത്ത് നിസ്കാരത്തിന് മുമ്പ് സ്ത്രീകൾ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാവൂല, അതുകൊണ്ട് തന്നെ കുറ്റകരവുമാണ്. പുരുഷന്മാരുടെ ശേഷവും സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം സുന്നത്തില്ല. അപ്പൊ ഈ പണി നടത്തുന്നത് മുജാഹിദുകളായത് കൊണ്ടുള്ളൊരു വെറുപ്പാണ് ആ മറുപടിയിൽ കാണുന്നത്. മുജാഹിദ് പെണ്ണുങ്ങളാ ചെയ്യുന്നത്. എന്നിട്ട് ഇവര് പറയും, കണ്ടോ എന്താ പോലെ മയ്യത്ത് നിസ്കാരം അല്ലെങ്കിൽ മയ്യത്ത് കാണാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് വന്ന് സാരിയൊക്കെ എടുത്ത് അങ്ങനെ തന്നെ നിസ്കരിക്കല്ലേ? ശരിക്കും ഔറത്ത് മറച്ചിട്ടുണ്ടോ? അതിന് വേറെ ചികിത്സ വേണം മൊയ്ലിയാരെ. അതിന് വേറെ ചികിത്സയാ നൽകേണ്ടത്. ഏതെങ്കിലും ഒരു പെണ്ണ് ജനാസ നിസ്കരിക്കുമ്പോ മാത്രമല്ല, നിസ്കാരം നിർവഹിക്കുമ്പോഴോ ആണുങ്ങളുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴോ ഇസ്ലാമിക വേഷം ധരിച്ചിട്ടില്ലെങ്കിൽ ആ പെണ്ണിനോട് ദീന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിക വേഷത്തിന്റെ പ്രാധാന്യം പറയുകയും അതിന്റെ നിർബന്ധ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ് അവളിൽ പരിവർത്തനം ഉണ്ടാക്കുകയുമാണ് വേണ്ടത്. അതല്ലാതെ അവൾ ചെയ്യുന്ന നിസ്കാരത്തെ കുറ്റം പറയലല്ല. ആൾക്കാർ പറയാം, വഹാബികളും വരും, എന്നിട്ട് ഓല നിന്നിട്ടാണ് നിസ്കരിക്കും, സ്കാരക്കുപ്പായം ഇല്ല, ഒന്നുമില്ല. സ്കാരക്കുപ്പായം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വേണമെന്ന് ആരാ പറഞ്ഞത്? ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങുമ്പോൾ അവളുടെ വേഷത്തിൽ, ആ ഇസ്ലാമികമായ അതേ വേഷത്തിൽ തന്നെ അവൾക്ക് നമസ്കരിക്കാമല്ലോ. അപ്പോ അത് ആരെങ്കിലും ചെയ്യുന്നില്ല, ആരെങ്കിലും അനിസ്ലാമിക വേഷത്തിലാ ജനാസ നിസ്കരിക്കുന്നതെങ്കിൽ അനിസ്ലാമിക വേഷത്തിൽ ഒരു പെണ്ണ് സാധാ നിസ്കാരം നിസ്കരിച്ചാലോ? നിസ്കാരത്തെയാണോ കുറ്റം പറയേണ്ടത്? ഈ പെണ്ണിനോട് പഠിപ്പിക്കണം, ഈ പെണ്ണിന് ആശയം പറഞ്ഞു കൊടുക്കണം, അതല്ലാതെ നിസ്കാരത്തെ ആക്ഷേപിക്കലല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് ദീനിൽ പെടാത്ത ഒട്ടേറെ കാര്യങ്ങളതാ
ദീനിലുള്ള കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് അതൊന്നും ദീനിൽ പെടാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇനി മുസ്ലിയാക്കന്മാർ ഇതിനെ നേരത്തെ പറഞ്ഞില്ലേ, ഈ വിഭാഗത്തിന് പോലും ഇവരോട് ഈ കാര്യത്തിൽ വലിയ അമർഷമാണുള്ളത്. ആ ഒരു വിഷയത്തിൽ അവരെന്തോ ഒരു വലിയ ഭാഗ്യം പലരും ഈ ഒരു സത്യത്തോട് ഒട്ടി നിൽക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, പുരുഷന്റെ മുമ്പ് സ്ത്രീ വീട്ടിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കുന്ന പതിവ് മുൻകാലത്ത് നടപ്പുള്ളതാണ്. പുരുഷന്മാർ ഇമാമത്തിനൊന്നും അല്ലാതെയും ഈ നിസ്കാരം നടക്കാറുണ്ട്. നിരവധി പണ്ഡിതന്മാരുടെ അറിവോടെയായിരുന്നു ഈ നിസ്കാരം നടന്നിരുന്നത്. അവരാരും സ്ത്രീ മയ്യത്ത് നിസ്കരിച്ചതിനെ എതിർത്തിട്ടില്ല, മറിച്ച് അനുകൂലിക്കുകയാണ് ചെയ്തത്. കേട്ടോ, മറ്റേ സുന്നികൾ എഴുതുകയാണ്, മറ്റേ ഈ കെ വിഭാഗം എഴുതുകയാണ്, അവരുടെ സുന്നി അഫ്കാറിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, പുരുഷന്മാരുള്ള സ്ഥലത്ത് അവരുടെ മുമ്പോ കൂടെയോ ശേഷമോ സ്ത്രീ മയ്യത്ത് നിസ്കരിച്ചാൽ സുന്നത്തായി സംഭവിക്കുമെന്നാണ് ഷാഫിഈ മദ്ഹബ്. കേട്ടോ, ഇവരൊക്കെ ഷാഫികളാന്നാ പറയുന്നത്. എന്നിട്ട് ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തെ പറ്റി തന്നെ ഇവർക്കെന്നെ ഒരു യോജിപ്പില്ല. അവര് പറയാണ് മുമ്പോ കൂടെയോ ശേഷമോ ഒക്കെ നിസ്കരിച്ചാൽ സുന്നത്തായി സംഭവിക്കുമെന്നാണ്. ഷാഫിഈ മദ്ഹബിലെ അസ്ഹാബിന് സ്ത്രീ പുരുഷന്റെ മുമ്പ് നിസ്കരിച്ചാൽ സ്വഹീഹാകുമെന്നതിൽ തർക്കമേ ഇല്ല. തർക്കമില്ലാത്ത കാര്യം മറ്റേ മൗലവി ഹറാമാന്ന് പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പോ ഇതും സുന്നി അഫ്കാറിൽ വന്നതാണ്. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു മുസ്ലിയാർ എഴുതുകയാണ്, ഒരു ഇബ്രാഹിം പുത്തൂർ ഫൈസി എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതുകയാണ്. എന്താ അദ്ദേഹം എഴുതുന്നത്? നമ്മുടെ സ്ത്രീകൾക്ക് ഇന്ന് മയ്യത്ത് നിസ്കാരം തീരെ അപരിചിതമത്രേ. സ്ത്രീകൾക്കത് പാടില്ലെന്ന് വരെ ധരിച്ചവരുണ്ട്. ഈ അബദ്ധധാരണ തിരുത്തുവാൻ മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് ആ മഹൽ കൃത്യം, നിസ്കാരല്ല, മണ്ണാങ്കട്ടയിലെ നിസ്കാരല്ല, ആ മഹൽ കൃത്യം നിർവഹിക്കുവാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതിന്റെ പുണ്യം അവർക്കും മയ്യത്തിനും ലഭിക്കുമല്ലോ. ഇതിന്റെ പുണ്യം നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്കും അവരാർക്ക് വേണ്ടിയാണോ നിസ്കരിച്ചതെങ്കിൽ അവർക്കും ലഭിക്കുമല്ലോ. അതും നിങ്ങൾ മനസ്സിലാക്ക്. അപ്പൊ ഈ നിലക്ക് ഈ സമുദായത്തിന്റെ മുമ്പിലേക്ക് വളരെ മോശമായി തന്നെ ഈ ദീനിനെ വികൃതമാക്കാൻ ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടുവെങ്കിൽ അവർക്ക് പറഞ്ഞുകൂടാ എന്താണ്? കണ്ണടച്ച് ഇരുട്ടാക്കും. അവര് പച്ചപ്പകലിൽ നിന്ന് കണ്ണടച്ചിട്ട് അവരിപ്പോ ഇരുട്ടാന്ന് പറയും. അതും അംഗീകരിക്കാനും തക്ബീർ ചെല്ലാനും ഒരു ഖൗം അവരുടെ പിന്നിലുണ്ട് എന്ന ഉറച്ച വിശ്വാസമാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ സഹോദരന്മാരെ, ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് UAE-യിൽ നിന്ന് റാസൽ ഖൈമയിൽ റേഡിയോ ഏഷ്യയിലെ അവതാരകൻ ഈ മുസ്ലിയാർ UAE-യിൽ വന്നപ്പോൾ ഒരു അഭിമുഖം നടത്തുകയുണ്ടായി. അന്ന് നാട്ടിൽ സ്ത്രീ പള്ളി പ്രവേശത്തിന്റെ വിവാദം കത്തി നിൽക്കുന്ന നേരമാണ്. ആ സന്ദർഭത്തിലാണ് മുസ്ലിയാർ ഇവിടെ വിസിറ്റ് ചെയ്തപ്പോ റേഡിയോ ഏഷ്യയിലെ അവതാരകൻ ഇയാളുമായിട്ടൊരു അഭിമുഖം നടത്തിയപ്പോ ഈ വിഷയത്തിൽ ഇയാൾ അഭിപ്രായം പറഞ്ഞത് എന്താണ്? UAE, ഖത്തർ, ബഹ്റൈൻ, യൂറോപ്യൻ കൺട്രികൾ എവിടെയും പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നില്ല, എവിടെയും പോകില്ല. UAE-യിൽ വന്നിട്ട് പറഞ്ഞതാ. അപ്പൊ എന്താ ഇയാളുടെ അടുത്ത് ഒലിക്കട്ടി? UAE-യിൽ വന്നിട്ടാ പറയുന്നത്. ഈ രാജ്യത്തുള്ളവർ റേഡിയോയോട് മലയാളത്തിൽ അഭിമുഖം നടത്തിയടത്താ പറയുന്നത് UAE, ഖത്തർ, ബഹ്റൈൻ, അതുപോലെ അറേബ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രി, അവിടങ്ങളിലൊന്നും പെണ്ണു പോകുന്നില്ല. ഇതിന് നിങ്ങൾക്ക് വല്ല പ്രതികരണവും പറയാനുണ്ടോ എന്ന് റേഡിയോ ഏഷ്യയിൽ അന്ന് ഈ ഉള്ളവനെ വിളിച്ചു. ഞാൻ റെഡിയാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നമ്മളെ പ്രതികരണം അറിയിച്ചു. ഇത് രണ്ടും ഇന്ന് അത് അവതരിപ്പിച്ച റേഡിയോ ഏഷ്യയിലെ അന്നത്തെ അവതാരകൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ശബ്ദരേഖ നമ്മുടെ കയ്യിലുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇവർക്ക് പറഞ്ഞുകൂടാത്തതൊന്നുമില്ല. അവിടെ വന്നിട്ടാ പറയണത് ഒന്നില്ല. വേറെ നാട്ടിൽ പോയിട്ടാണ് ഈ പറ്റിക്കായിരുന്നു ആളുകൾ. ഇവിടുന്ന് തന്നെ പറയാ. മാത്രല്ല, നമ്മുടെ നാട്ടിൽ സിറാജ് പത്രത്തിൽ 1987 ഈ മുസ്ലിയാർ തന്നെ എഴുതി, പ്രിയപ്പെട്ടവരെ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇവരല്ലാന്റെ ഖുർആനിൽ എത്ര കൈക്രിയ നടത്തുന്നുണ്ടാകും, എത്ര ഹദീസുകളിൽ ഇവർ മൂടി വെക്കുന്നുണ്ട്, എത്ര ഇവർ ദുർവ്യാഖ്യാനം നടത്തുന്നുണ്ട്. പച്ച മലയാളത്തിൽ പോലും അവർ എഴുതിവിടുകയാണ് 1950 വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. 50-ലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത്. മുസ്ലിയാർ എഴുതിയതാ.
മുസ്ലിയാരുടെ പ്രസംഗത്തെ സിറാജ് പത്രത്തിൽ കൊടുത്തതാണ്. എന്താ പറഞ്ഞത്? 1950 വരെ ലോകത്തൊരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമല്ല. ഇയാൾ മനസ്സിലാക്കിയ ലോകം ഏതാണ്? ഇയാൾ കണ്ട ലോകം ഏതാണ്? ഇയാൾ മനസ്സിലാക്കിയ ദീൻ ഏതാണ്? ഇയാൾ മനസ്സിലാക്കിയ ശരീഅത്ത് ഏതാണ്? അല്ലാഹു അലം. അല്ലാഹു നന്നാക്കുമാറാകട്ടെ. ഈ സമുദായത്തെ ഇവര് നന്നാകുന്നില്ലെങ്കിൽ അവരുടെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതല്ലാതെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ അവസരത്തിൽ ഒന്നും ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനില്ല. അങ്ങനെ വളരെ മോശമായ നിലക്ക് സ്ത്രീ സമൂഹത്തിന് അല്ലാഹു അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും അനുവദനീയതയുടെ വകുപ്പിൽ നിന്ന് ഹറാമിന്റെ പട്ടികയിലേക്ക്, പാടില്ലായ്മകളുടെ പട്ടികയിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഈ സമുദായത്തിലതാ അല്ലാഹു അവന്റെ ദീനിലൂടെ അനുവാദം നൽകിയ കാര്യങ്ങൾ മൂടിവെക്കുന്നവർ, അവരതാ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് അവരെ പറ്റി നമ്മൾ അറിയേണ്ടത്. അവർ ശിർക്കിലേക്ക് നയിക്കുന്നുണ്ട്, ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെ പലതിലേക്കും അവർ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്ലാമികമായ പ്രമാണങ്ങളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്, അതറിയേണ്ടതുണ്ട്, അത് പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിൽ ഈ ഒരു കാര്യത്തെ സ്ത്രീ സമൂഹത്തിന് തടയേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് അവരിന്ന് സമൂഹത്തോട്, ആ ഒരു ന്യൂനപക്ഷം അവരംഗീകരിക്കുന്ന ആളുകളുമൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പെട്ടുപോകരുതെന്നാണ് എനിക്കെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട്, സഹോദരിമാരെ നയിക്കുന്ന സഹോദരന്മാരോടും പറയാനുള്ളത്. അങ്ങനെ ഒരു ജനാസ നമസ്കരിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾക്കും പ്രിയ സഹോദരിമാരെ, ആ നമസ്കാരത്തിൽ നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾക്കും അതിന് പുണ്യമുണ്ട്, നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്. നമ്മുടെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ആ വലിയ ഒരു ശുപാർശയിൽ നമുക്കും അംഗമാകാമല്ലോ. അതൊരിക്കലും നഷ്ടമാക്കരുത്. ആരെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടെങ്കിൽ അവരെ അവരുടെ പാട്ടിന് പറഞ്ഞേക്കാനുള്ള ധൈര്യം, തൻ്റെ ഇടം, ഈമാനികമായ ദാർഢ്യത, ഈമാനുള്ള വിശ്വാസിനികൾ അവർ കൈമുതലായി എപ്പോഴും കൊണ്ടു നടക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി പ്രിയപ്പെട്ടവരെ, മറഞ്ഞ മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ളത്. മറഞ്ഞ മയ്യത്തിനു വേണ്ടിയുള്ള നമസ്കാരം എന്താണ്, അതിനെ സംബന്ധിച്ചുള്ള വീക്ഷണം എന്ന് പലവരും നമ്മൾ വിശദീകരിച്ചതാണ്. ചുരുക്കി പറയുകയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരിടത്ത് വെച്ച് ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു ജനാസക്ക് വേണ്ടി, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ അങ്ങ് ദൂരെ നജാശി എന്ന് പറയുന്ന രാജാവ് മരണപ്പെടുകയുണ്ടായി. ആ സ്ഥലത്ത് മുസ്ലിമീങ്ങളായി ആ ഫർള് കിഫായ നിർവഹിക്കാവുന്ന ആളുകളില്ലാത്തൊരു പ്രദേശത്ത് ആ രാജാവിന്റെ മരണം നടന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അത് സംബന്ധമായി വഹയി വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു അറിവ് കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടിക്കൊണ്ട് ആ നജാശി രാജാവിന് വേണ്ടി നമസ്കരിക്കുന്നു. അത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലില്ലാത്ത ജനാസക്ക് വേണ്ടി നമസ്കരിച്ച ഏക സംഭവം. എന്നാൽ ആ സംഭവം തന്നെ തെളിവാക്കിക്കൊണ്ട് അങ്ങനെ മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കാം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരും ഉണ്ട്, പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അങ്ങനെ ജനാസ നമസ്കാരം നബി മറഞ്ഞ നിലക്ക് നിസ്കരിച്ചല്ലോ, അതുകൊണ്ട് നമുക്കും അങ്ങനെ ചെയ്യാം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാർ പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഈ ഒരു ജനാസക്ക് മാത്രമായി നിസ്കരിക്കാൻ പ്രത്യേകം കാരണമുണ്ടായിരുന്നു. അതല്ലാതെ എല്ലാ മറഞ്ഞ ജനാസക്ക് വേണ്ടിയും അവിടുന്ന് നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സംഭവം തന്നെ അവർ തെളിവാക്കുന്നു, മറഞ്ഞ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കേണ്ടതില്ല എന്ന്. മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെളിവുകളുമായി കൂടുതൽ യോജിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഒരിടത്ത് വെച്ച് ജനാസ നിസ്കാരം നടന്നൊരു മയ്യത്തിന് മറഞ്ഞ നിലക്ക് അവിടുന്ന് നമസ്കരിച്ചിട്ടില്ല എന്ന അഭിപ്രായത്തിനാണ് പല പണ്ഡിതന്മാരും മുൻതൂക്കം നൽകുന്നത്. മറ്റേ അഭിപ്രായവും പണ്ഡിത ലോകത്തുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മറഞ്ഞ നിലക്ക് നമസ്കരിച്ച മറ്റൊരു രംഗം ഏതാണ്? അവിടുന്ന് ജീവിച്ചിരിക്കുന്ന, അവിടുന്ന് മദീനയിൽ ഉണ്ടായിരിക്കുന്ന അവസരത്തിൽ തന്നെ, മദീനയുടെ തൊട്ടപ്പുറത്ത് കുറച്ച് അകലെ, കുറച്ച് മദീനയിൽ വെച്ച് തന്നെ
മഹദിയായ ഒരു സഹോദരി പള്ളി അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്ന ഒരു മഹദി ഉണ്ടായിരുന്നു. മദീന മസ്ജിദ് എപ്പോഴും അവരാണ് ക്ലീൻ ചെയ്യാറുള്ളത്. ആ സഹോദരിയെ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ല. സഹാബിമാരോട് ചോദിച്ചു, അവരിന്ന് എവിടെ പോയി? അവരിന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹാബിമാർ പറഞ്ഞു, അവർ ഇന്നലെ രാത്രി മരണപ്പെട്ടു നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ നേരത്തെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് പ്രവാചകനോട് പറയുകയോ അറിയിക്കുകയോ ചെയ്യാതെ സംസ്കരണ ചടങ്ങുകൾ അവർ നിർവഹിച്ച് കൊണ്ടുപോയി ഖബറടക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ വിഷയത്തിൽ അവരോട് ഒരു വിയോജിപ്പാണ് തോന്നിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് വിവരം പറഞ്ഞില്ല? ഈ സംഭവം നിങ്ങൾ പലവരും നിങ്ങൾ കേട്ടുകഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ ഏതായാലും എന്നെ അറിയിച്ചില്ലല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി ദുല്ലൂനി അലാ ഖബരിഹാ, ആ സഹോദരിയുടെ ഖബർ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. എവിടെയാണ് അവരെ ഖബറടക്കിയത് എന്ന് കാണിച്ചു കൊടുക്കാൻ നബി തങ്ങൾ ആവശ്യപ്പെടുന്നു. സ്വഹാബത്ത് പുതുമണ്ണുള്ള ഖബർ കാണിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ആ സഹോദരിക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുന്നു. ഇതാണ് അവിടുത്തെ രണ്ടാമത്തെ സംഭവം. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ മരണപ്പെട്ട നേരത്ത് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എത്തിയപ്പോഴേക്ക് ജനാസ ഖബറടക്കിയിരുന്നു, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എത്തിയത്. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഖബറിൽ നിന്നുകൊണ്ട് ആ ജനാസക്ക് വേണ്ടി ജനാസ നമസ്കാരം നിർവഹിക്കാം എന്ന അഭിപ്രായം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു സംഭവമാണ് മറഞ്ഞ മയ്യത്ത്, അതല്ല കാണാൻ തന്റെ മുമ്പിലില്ലാത്ത ഒരു മയ്യത്ത് എന്ന നിലക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്. അപ്പോൾ പ്രവാചകന്റെ ചരിത്രത്തിലോ സഹാബത്തിന്റെ ചരിത്രത്തിലോ ഒന്നും സഹാബിമാരൊക്കെ പല ദൂര സ്ഥലങ്ങളിലും മരിച്ചവരുണ്ട്, വഫാത്തായവരുണ്ട്, നേതാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള ഒരു ജനാസ നമസ്കാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സ്വഹാബത്തോ ഒന്നും നിർവഹിച്ചതായി ചരിത്രത്തിൽ സ്വീകാര്യയോഗ്യമായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പണ്ട് മുതലേ നിലവിലുണ്ട് എന്നും കൂടി ഈ വിഷയത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കാനും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അത് മനസ്സിലാക്കി അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് ഗ്രഹിക്കുവാനും ഒക്കെയുള്ള തൗഫീഖും ബുദ്ധിയും തൻ്റെ ഇടവുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നാഥൻ നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗീയ രാമത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.